Good morning, students. Today our topic statistical enquiries or statistical investigation. നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, സ്കോപ്പ് ഇതെല്ലാം പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദെൻ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന പ്രോബ്ലത്തിലേക്കും, അതായത് ആവറേജസ് എന്ന് പറയുന്ന പ്രോബ്ലത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ ടോപ്പിക്കാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. Statistical investigation implies search for knowledge. Statistical investigation implies search for knowledge about some problem through statistical devices. Statistical investigation എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നോളജ് സെർച്ച് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. Therefore, statistical investigation means investigation carried out by agency where relevant data are collected and they are analyzed with the help of different statistical methods. This analysis enables the investigator to arrive at certain conclusions. അതായത് പലപ്പോഴും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു, മീനിങ് ഇൻഫർമേഷനാക്കി മാറ്റുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഇതെല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ചില സ്റ്റെപ്സ്, അതാണ് എന്ത് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസിലെ വളരെ സ്റ്റെപ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ്? ദെൻ പ്ലാനിങ്. ആദ്യം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള പ്ലാനിങ് ദ എൻക്വയറി. ഈ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളതിനെ അതിനെക്കുറിച്ചൊരു പ്ലാൻ ചെയ്യണം. Then second one is collection of data. Collection of data. Organization of data. Third one, organization of data. And fourth one is presentation of data. Presentation of organized data. Presentation of organized data. Analyzing the presented data. Analyzing the presented data. Interpretation. നോക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. What are the different stages? What are the different steps in statistical enquiries or statistical investigation? First one, planning the enquiry. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. കളക്ഷൻ ഓഫ് ഡാറ്റ, അതിനാവശ്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. ഈ പ്ലാനിങ് ദ എൻക്വയറിയിൽ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റ്, സ്കോപ്പ്, സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, ടൈപ്സ് ഓഫ് എൻക്വയറി, സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, ഡിഗ്രി ഓഫ് ആക്യുറസി, കോസ്റ്റ് ഓഫ് പ്ലാൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതിൽ പ്ലാൻ ചെയ്തിരിക്കണം? ദെൻ പ്ലാനിങ് ദ എൻക്വയറി. അപ്പോൾ ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ് ദ എൻക്വയറി. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സ്റ്റെപ്പുകൾ മാത്രം നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറീസ് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ? നോട്ടിൽ നിങ്ങൾ എഴുതേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇംപ്ലൈസ് സെർച്ച് ഫോർ നോളജ് അബൌട്ട് സം പ്രോബ്ലം ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ്. Therefore, statistical investigation means investigation carried out by any agency wherein relevant data are collected and they are analyzed with the help of different statistical methods. ഇനി ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ് ദ എൻക്വയറി. സെക്കൻഡ് വൺ ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. തേർഡ് വൺ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. Presentation of organized data, analyzing the presented data, and also last one is interpretation. These are the steps in statistical enquiries. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. അതിനുശേഷം ഡാറ്റ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത ഡാറ്റാസിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടാബുലേഷൻ ചാർട്ടിലൂടെ ഓർഗനൈസ്ഡ് ഡാറ്റയാക്കി നമ്മളതിനെ തരംതിരിക്കണം. ദെൻ അതിനുശേഷം പ്രസൻറ്റേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ഡാറ്റ. ദെൻ അനാലിസിസ് ഓഫ് ഡാറ്റ, ഡാറ്റയെ വിശദമായിട്ട് നമ്മൾ പഠിക്കണം. ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, അതിനെ മീനിങ് ഫുള്ളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് ദ
പ്ലാനിങ് ദ എൻക്വയറി. ആദ്യം നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യണത് എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് പ്ലാനിങ് ദ എൻക്വയറി. ദാറ്റ് മീൻസ് ബിഫോർ ദ ആക്ച്വൽ കളക്ഷൻ ഓഫ് ഡാറ്റ, statistician must prepare plan for the collection of data. The first thing to observed by a statistical investigator is whether the problem under study is capable of quantitative expression. Then first one is, അതായത് ഇൻവെസ്റ്റിഗേറ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിന് എത്രമാത്രം ചിലവ് വരും, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൻ്റെ സ്കോപ്പ് എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്ലാനിങ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ്, ഈ പഠനത്തിൻ്റെ ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ്, ഈ പഠനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഇതിനാവശ്യമായിട്ടുള്ള, അത് അത്രയും റിലവൻ്റ് ആണ്, അത്രയും പ്രാധാന്യമുള്ളതാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ എവിടെ നിന്നാണ്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യേണ്ട സോഴ്സസ് ഏതൊക്കെയാണ്, പ്രൈമറി സോഴ്സസ് സെലക്ട് ചെയ്യണോ അതല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സസ് സെലക്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിച്ചിരിക്കണം. ദെൻ ടൈപ്സ് ഓഫ് എൻക്വയറി. അത് ഡയറക്റ്റ് മെത്തേഡാണോ അതോ ഇൻഡയറക്റ്റ് മെത്തേഡാണോ എന്നുള്ള കാര്യം നോക്കിയിരിക്കണം. ടൈപ്സ് ഓഫ് എൻക്വയറി. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, അതിന് നമ്മൾ എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എല്ലാം സെയിം ആയിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ദെൻ ഡിഗ്രി ഓഫ് ആക്യുറസി. ഡിഗ്രി ഓഫ് ആക്യുറസി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഓഫ് ദി പ്ലാൻ. ഇത്രയും പറയാം. ആദ്യമായിട്ട് പ്ലാനിങ് ദി എൻക്വയറിയെക്കുറിച്ച് നമ്മൾ എന്താണ് അന്വേഷിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റ്, ടൈപ്പ് ഓഫ് എൻക്വയറി ടു ബി അഡോപ്റ്റഡ്, ടൈം, എത്ര സമയത്തേക്കാണ്, എത്ര സമയം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒബ്ജക്റ്റ്, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ഇതെല്ലാം ആദ്യം തന്നെ വ്യക്തമാക്കിയിരിക്കണം. ദെൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ നമ്മൾ ചെയ്യേണ്ടത് പ്രൈമറി സോഴ്സസിൽ നിന്നാണോ, ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ടോ, പ്രൈമറി സോഴ്സസ് ആണോ സെക്കൻഡറി സോഴ്സസ് ആണോ എന്നുള്ളത് കൺസിഡർ ചെയ്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് എൻക്വയറി, ദെൻ സെൻസസ് മെത്തേഡ്, സാമ്പിൾ മെത്തേഡ്, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് എൻക്വയറിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് എല്ലാം സെയിം ആയിരിക്കണം എന്നുള്ള പോലെ ഏതാണ് നമ്മൾ എടുത്തിരിക്കുന്ന യൂണിറ്റ്, ചിലത് ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് യൂണിറ്റ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഡിഗ്രി ഓഫ് ആക്യുറസി, എത്രമാത്രം ആക്യുറേറ്റ് ആയിരിക്കണം. Then അതുപോലെ തന്നെ absolute accuracy is impossible in all cases, so the investigator should make a decision about the degree of accuracy with regard to purpose of investigation and the nature of inquiry. The degree of accuracy needed by grain merchant is weighting grain is much less than needed by the goldsmith in weighing gold. Then next one is cost of the plan. ഇതിന് എത്രമാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് എന്നുള്ളത് കൂടെ കൺസിഡർ ചെയ്തിരിക്കണം. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ദ എൻക്വയറി. ഒരു കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റ് ആൻഡ് സ്കോപ്പ്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ടൈപ്സ് ഓഫ് എൻക്വയറി, സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, ഡിഗ്രി ഓഫ് ആക്യുറസി, കോസ്റ്റ് ഓഫ് ദ പ്ലാൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡാറ്റ കളക്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് കൂടി എടുത്തത്. മിക്കവാറും ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിനെ കുറിച്ച് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ദെൻ അതിൽ സെക്കൻഡ് പോയിന്റ് ഈസ് ഡാറ്റ കളക്ഷൻ. ഒരു NP ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ കളക്ഷൻ എന്നോ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റ. Then all these preliminaries are given due consideration. Collection of data implies accounting and systematic recording of the information. Collection of data implies accounting and systematic recording of the information gathered in a statistical investigation. Statistical data on the basis of the source from which they are collected can be two types, namely
പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഈ ഡാറ്റയെ ഡാറ്റ കളക്ഷൻ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഉണ്ടോ? ഡാറ്റ കളക്ഷനിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ്? പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ ഇംപ്ലൈസ് അക്കൗണ്ടിങ് ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ദി ഇൻഫർമേഷൻ ഗാതേർഡ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിലെ നമ്മൾ ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കണമെങ്കിൽ ആ സിസ്റ്റമാറ്റിക് വേ, ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് ആസ് കളക്ഷൻ ഓഫ് ഡാറ്റ. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ഡാറ്റ. അതായത് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പ്രൈമറി ഡാറ്റയാണോ ആവശ്യം, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റയാണോ. പ്രൈമറി ഡാറ്റ ആർ കളക്റ്റഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദി ഫസ്റ്റ് ടൈം ഫോർ എ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ദസ് ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. അതായത് പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, അത്രയും വാല്യുബിൾ ആണ്. ഇൻവെസ്റ്റിഗേറ്റർ സ്വയം ആ ഒരു പർപ്പസിന് വേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റ ആർ ദോസ് കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദി ഫസ്റ്റ് ടൈം ഫോർ ദ സ്പെസിഫിക് പർപ്പസ് and thus they are original in nature. The important methods of collecting the primary data. ഏതൊക്കെ മെത്തേഡ്സ് ആണ് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദെൻ അതിലെ ഫസ്റ്റ് വൺ പ്രൈമറി ഡാറ്റയിലെ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ നമുക്ക് സെക്കൻഡറി ഡാറ്റ പിന്നെ എടുക്കാം. ഇവിടെ തന്നെ എഴുതാം, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. Indirect oral investigation. Then third one, schedules and questionnaires. By schedules and questionnaire. Schedules and questionnaire. Next one is local correspondence. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായി? പ്രൈമറി ഡാറ്റ ആർ ദോസ് കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദി ഫസ്റ്റ് ടൈം ഫോർ ദി സ്പെസിഫിക് പർപ്പസ് ആൻഡ് ദേ ആർ ഒറിജിനൽ ഇൻ നേച്ചർ. പ്രൈമറി ഡാറ്റാസ് ആർ ഒറിജിനൽ ഇൻ നേച്ചർ. ഇൻവെസ്റ്റിഗേറ്റർ ഈ ഒരു പർപ്പസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നേരിട്ട് കളക്ട് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ അന്വേഷിക്കണേ, ഇപ്പോൾ നമ്മൾ റിസർച്ചാണ് നടത്തുന്നത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ബുക്സിന്നോ ജേർണൽസിന്നോ മാഗസിൻസിന്നോ മുൻപത്തെ ഗവൺമെൻറ് പബ്ലിക്കേഷൻസിന്നോ ഒക്കെ ഡാറ്റാസ് എടുക്കാം. ഈ ഡാറ്റാസ് എല്ലാം തന്നെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റയാണ്. പക്ഷെ നമുക്കറിയേണ്ട ഡാറ്റ പ്രൈമറി സോഴ്സിൽ നിന്നാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി അല്ലെങ്കിൽ നേരിട്ട് തന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോവുകയും ഡാറ്റാസ് ഈ ഒരു പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്സിനെയാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് എൻ പ്രൈമറി ഡാറ്റാസ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. പ്രൈമറി ഡാറ്റന് what are the different types of primary data? First one is direct ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലാതെ തന്നെ ഒന്നുകിൽ ഓറൽ മെത്തേഡ്സിലൂടെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യനെയർ. നമ്മളൊരു സാധാരണ ഇതിൽ ക്വസ്റ്റ്യനെയറൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു ഇൻഫോർമൻസിൻ്റെ അടുത്ത് അറിയാനായിട്ട് ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് അതുവഴി കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് ക്വസ്റ്റ്യനെയർ ആണ്. ഷെഡ്യൂൾസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല പഞ്ചായത്ത് നിന്നൊക്കെ വന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് എന്യൂമറേറ്റർ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഇത് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്.
അവിടെ നമ്മളല്ല എഴുതി കൊടുക്കുക. അതായത് ഡാറ്റ കൊടുക്കുന്ന ആളല്ല, നമ്മളോട് ചോദിക്കുകയുള്ളൂ. ഷെഡ്യൂൾസൊക്കെ ആകുമ്പോൾ നമുക്ക് സർവേ ഒക്കെ നടക്കുമ്പോൾ മിക്കവാറും ഗവൺമെൻറ് നോമിനീസൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ കുറിച്ചോ ബാക്കിയുള്ള ഡീറ്റെയിൽസോ ഏജോ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ ഷെഡ്യൂൾസ് ആണ്. അത് എന്യൂമറേറ്റർ ഫിൽഡ് ബൈ ദ ഷെഡ്യൂൾ എപ്പോഴും എന്യൂമറേറ്റർ ആയിരിക്കും ഫില്ല് ചെയ്യുക. ഇത് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളായിരിക്കും, ഇൻഫോർമൻസ് ആയിരിക്കും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ലോക്കൽ കറസ്പോണ്ടൻസ് വഴിയും പ്രൈമറി ഡാറ്റ കളക്ഷൻസ് നടത്താറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ. ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇത് നാലും ഈ ഒരു ടെക്നിക്സ് ആണ്. നെക്സ്റ്റ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യനെയർ. ചിലപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ടോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ അതുമല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യനെയർ? ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ ഇത് രണ്ടും പ്രൈമറി ഡാറ്റ കളക്ഷൻ മോഡുകളാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഫിൽഡ് ബൈ ദ അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഈസ് മെൻ ബൈ ഷെഡ്യൂൾ ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ക്വസ്റ്റ്യനെയർ. Under this method, list of questions called questionnaire is prepared by the information are collected from various sources. The term questionnaire usually used refer to the form which can be expected himself. When the schedules are sent through enumerators, the enumerator contact informants and get replies the questions in the schedule. What is the difference between? First one is it is filled by the enumerator. Schedule എല്ലായ്പ്പോഴും filled by the enumerator. Filled by enumerator. ഇവിടെ filled by informants. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സർവേ എടുക്കാനായിട്ട് സെൻസസ് എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് പലപ്പോഴും പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളൊക്കെ വരാറുണ്ട്. അവരെ എന്യൂമറേറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ആ എന്യൂമറേറ്റേഴ്സ് നമ്മളോട് ചോദിച്ച് വിവരങ്ങൾ അവർ തന്നെ രേഖപ്പെടുത്തുകയാണ് ചെയ്യുക. അവർ തന്നെയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഷെഡ്യൂൾ. ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വിവരങ്ങൾ അവർ തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫിൽഡ് ബൈ ദ എന്യൂമറേറ്റർ ആയിരിക്കും അത് ഫില്ല് ചെയ്യുക. ക്വസ്റ്റ്യനെയറിൽ ക്വസ്റ്റ്യനെയർ ആരായിരിക്കും ഫില്ല് ചെയ്യുക? ക്വസ്റ്റ്യനെയർ ഈസ് ഫിൽഡ് ബൈ ദ ഇൻഫോർമൻസ് ആയിരിക്കും എന്ത് ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ എന്യൂമറേറ്റർ. ഇത് കൊണ്ട് നടക്കുകയാണ് ചെയ്യുക. ക്യാരിഡ് ബൈ എന്യൂമറേറ്റർ. ഇത് ക്യാരി ചെയ്യുന്ന ആളും എന്യൂമറേറ്റർ തന്നെയായിരിക്കും. ക്യാരിഡ് ബൈ എന്യൂമറേറ്റർ. ഇത് ബൈ പോസ്റ്റോ അതല്ലെങ്കിൽ മെയിലോ, ഇപ്പം നമുക്ക് പല മെത്തേഡിലൂടെയും നമുക്ക് ക്വസ്റ്റ്യനെയറിൽ ചോദിക്കാനായിട്ടുള്ള രീതികളുണ്ട്. നമുക്ക് മെയിൽ ചെയ്ത് കൊടുക്കാം, പോസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് ഡാറ്റ കളക്ഷൻസ് നടക്കാം. ഇനി കമ്പാരിറ്റീവ്ലി ദെൻ മോർ കോസ്റ്റ്ലി ആയിരിക്കും ഏത്? മോർ കോസ്റ്റ്ലി. ദെൻ ഇവിടെ ലെസ് കോസ്റ്റ്ലി. ഇത് മോർ കോസ്റ്റ്ലി ആയിരിക്കും, ഇത് ലെസ് കോസ്റ്റ്ലി ആയിരിക്കും. ഗുഡ് റെസ്പോൺസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഗുഡ് റെസ്പോൺസ് ആയിരിക്കും. ഇവിടെ പുവർ റെസ്പോൺസ് ആയിരിക്കും. പുവർ റെസ്പോൺസ് ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് ലെസ് ടൈം കൺസ്യൂമിങ്. മിക്കവാറും ഇത് ആഡിക്വേറ്റ് ആയിരിക്കും, ഇവിടെ നോട്ട് ആഡിക്വേറ്റ്. Sixth point is less time consuming. Less time consuming. ഇവിടെ time consuming.
അതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റനെയർ. ഷെഡ്യൂൾസും ക്വസ്റ്റനെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ രണ്ട് സോഴ്സസും എന്ന് പറയുന്നത് പ്രൈമറി ഡാറ്റ സോഴ്സസ് ആണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ഫിൽഡ് ബൈ ദ enumerator. ഷെഡ്യൂൾസ് ആർ ഫിൽഡ് ബൈ ദ enumerators. ദെൻ ക്വസ്റ്റനെയർ ആർ ഫിൽഡ് ബൈ ദ ഇൻഫോർമൻസ്. ദെൻ ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ enumerator. എല്ലായ്പ്പോഴും enumeratorയുടെ അടുത്തായിരിക്കും ഇതുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ enumerator. ദെൻ ഇറ്റ് ഈസ് ക്യാരിഡ് ബൈ ദെൻ പോസ്റ്റോ, ഇത് ബൈ പോസ്റ്റോ അതല്ലെങ്കിൽ ബൈ മെയിലോ ഏതെങ്കിലും രീതിയിലായിരിക്കും. ദെൻ തേർഡ് വൺ ഈസ് മോർ കോസ്റ്റ്ലി, ദെൻ ലെസ് കോസ്റ്റ്ലി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗുഡ് റെസ്പോൺസസ് ആയിരിക്കും. Then next one is poor responses. Then next one is it is adequate, then not adequate, less time consuming and time consuming. These are the difference between ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റനെയർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ആദ്യം. അപ്പോൾ എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി എന്ന് മനസ്സിലായി. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ. സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയിൽ പ്ലാനിങ് ദ എൻക്വയറി, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസിങ് ദ ഡാറ്റ, ദെൻ പ്രസൻറ്റേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. ഇത്രയും സ്റ്റെപ്സിലൂടെ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട്, ഇപ്പോൾ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷനെ കുറിച്ച് നമുക്കറിയാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ, ദെൻ എന്താണ് നമ്മുടെ പർപ്പസ്, എന്താണ് നമ്മുടെ പ്രശ്നം, എന്താണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, ഈ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ വെറുതെ അങ്ങോട്ട് കിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പ്ലാനിങ് ദ എൻക്വയറിയിൽ നമ്മൾ അതിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സ്, കോസ്റ്റിനെ കുറിച്ചോ അതിൻ്റെ പ്രോസസ്സുകളെ കുറിച്ചോ ടൈപ്സ് ഓഫ് എൻക്വയറിയെ കുറിച്ചോ കളക്ഷൻ ഓഫ് ഇൻഫർമേഷനെ കുറിച്ചോ ഇതൊക്കെ വ്യക്തമായിട്ട് പ്ലാനിങ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ സെക്കൻഡ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്ഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിനെയാണ് നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. 2 മാർക്കിൻ്റെ ഒരു വാട്ട് ഈസ് മെൻ ബൈ കളക്ഷൻ ഓഫ് ഡാറ്റ? Collection of data implies accounting and systematic recording of information gathered in a statistical investigation. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സോഴ്സസ് ഇൻ ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്? ഡാറ്റ കളക്ഷൻ മെത്തേഡ്സിലെ പ്രൈമറി സോഴ്സസും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി സോഴ്സസും ഉണ്ട്. Then what is meant by primary source? Primary source എന്ന് പറയുമ്പോൾ primary sources are those collected by investigator himself. സ്വയം ചെയ്യുകയും himself for the first time for the specific purposes and thus they are original in character. ഒന്നുകൂടെ ക്ലാരിറ്റി ഉള്ളതും ഒന്നുകൂടെ വ്യക്തമായിട്ടുള്ളതും ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഏത്? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഇത്തിരി കൂടെ കോസ്റ്റ്ലി ആണ്, പക്ഷേ മോർ ഇഫക്റ്റീവ് ആയിരിക്കും, മോർ കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇത്തിരികൂടെ പ്രോസസ്സ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്. പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡിന് ഇത്തിരികൂടെ ടെക്നിക്സ് ഉണ്ട്, ഇത്തിരികൂടെ ബുദ്ധിമുട്ടുണ്ട്, റിസ്ക് ആണ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈസി നമുക്ക് അവൈലബിൾ ആണ്. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി തന്നെ വേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ സോഴ്സസ് ആണ് പ്രൈമറി ഡാറ്റ കളക്ഷന്? ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. ഇൻ ദിസ് മെത്തേഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്റ്റഡ് ഡാറ്റ പേഴ്സണലി. ഹി ഹാസ് ടു ബി ഓൺ ദ സ്പോട്ട് ഫോർ കണ്ടക്ടിങ് ദ എൻക്വയറി. ഹി ഹാസ് ടു മീറ്റ് പീപ്പിൾ ഫ്രം ഹും ഡാറ്റ ആർ ടു ബി കളക്റ്റഡ്. ശരിയായിട്ടുള്ള ആളുകളെ നേരിട്ട് പോയിക്കൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഇത് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. സെക്കൻഡ് മെത്തേഡ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. This is applied in when the field of investigator is very vast, when the informants are indifferent, are unwilling to supply the information required. Therefore, in this method, the data are not collected directly from the persons concerned by through indirect sources. പലപ്പോഴും പലതരത്തിലും നേരിട്ട് ചോദിച്ചാൽ പറയാത്ത ഇൻഫർമേഷൻ ആയിരിക്കുകയോ അതുമല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യേണ്ട ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് ഒന്നുകൂടെ വൈഡൻ ചെയ്തിരിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇൻ ദിസ് മെത്തേഡ് ദ ആക്യുറസി ഓഫ് ദ ഡാറ്റ ഈസ് ദെൻ അവിടെ നമുക്ക് എന്ത് ടെക്നിക്സ് ഉപയോഗിക്കുകയാണ്? ദെർഫോർ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് ഷുഡ് ബി അഡോപ്റ്റഡ്. അപ്പം നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് ചോദിച്ചറിയാവുന്ന ഒരു ടെക്നിക്സ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. ഇതും ഏത് സോഴ്സസ് ആണ്? പ്രൈമറി ഡാറ്റ സോഴ്സിന് എക്സാമ്പിളാണ്. ദെൻ തേർഡ് വൺ ആണ് നമ്മൾ പറയുന്നത് ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റനെയർ എന്ന് പറയുന്നത്.
then ഈ ഷെഡ്യൂൾസിലും by sending the questionnaire to be informants by the first by sending the schedules through enumerator or interviewers. അതായത് പിന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ഷെഡ്യൂൾസോ ക്വസ്റ്റ്യനെയറോ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഷെഡ്യൂൾസ് ആണെങ്കിലും ക്വസ്റ്റ്യനെയർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾസോ ക്വസ്റ്റ്യനെയറോ ഒക്കെ ആണെങ്കിലും ഇൻഫോർമൻസിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ച് വിവരങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ അവിടെ ഇൻഫോർമൻസിൽ 2 തരത്തിലാണത് ചെയ്യുന്നത്. ഒന്ന് ഷെഡ്യൂളായിരിക്കാം, അതല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ആയിരിക്കാം. ഷെഡ്യൂൾസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫിൽഡ് ബൈ ദ എന്യൂമറേറ്റർ, ഇൻവെസ്റ്റിഗേറ്റർ, ആരാണോ അത് അന്വേഷിക്കുന്നത് അവർ തന്നെ നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി മെത്തേഡാണ്. ദെൻ ഇത് ഫിൽഡ് ബൈ എന്യൂമറേറ്റർ, ചോദിച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുക. ഒരിക്കലും ആ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുന്നില്ല. സോ ഷെഡ്യൂൾസ് ആർ ഫിൽഡ് ബൈ എന്യൂമറേറ്റേഴ്സ്, ക്വസ്റ്റ്യനെയർ ആർ ഫിൽഡ് ബൈ ഇൻഫോർമൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഷെഡ്യൂൾ ക്യാരീഡ് ബൈ എന്യൂമറേറ്റേഴ്സ്. എല്ലാം ഇപ്പോഴും അത് കൈവശം വെച്ചിരിക്കുന്നത് ക്യാരീഡ് ബൈ എന്യൂമറേറ്റേഴ്സ് ആയിരിക്കും. എന്നാൽ ക്വസ്റ്റ്യനെയർ ഒക്കെ ആണെങ്കിൽ ബൈ പോസ്റ്റോ ബൈ മെയിലോ നമുക്ക് കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഇൻഫോർമൻസിനോ സെൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ മോർ കോസ്റ്റ്ലി ആണ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്, മോർ കോസ്റ്റ്ലി ആണ്. ദെൻ ഇവിടെ ലെസ് കോസ്റ്റ്ലി ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗുഡ് റെസ്പോൺസ്, ദെൻ പുവർ റെസ്പോൺസ്. മോർ ആഡിക്വേറ്റ് ആയിരിക്കും ഏത് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നോട്ട് ആഡിക്വേറ്റ്, അത്രയും ആക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല. ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. എന്നാൽ ദെൻ അവിടെ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഫില്ല് ചെയ്ത് കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ഇതൊക്കെയാണ് അതിൽ ഷെഡ്യൂൾസും ക്വസ്റ്റ്യനെയറും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ ഡ്രാഫ്റ്റിംഗ് ദ ക്വസ്റ്റ്യനെയർ, ചിലപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യനെയർ, ഈ ക്വസ്റ്റ്യനെയർ എങ്ങനെയായിരിക്കും നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഭാഗം എന്ന് പറയുമ്പോൾ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. Essentials of good questionnaire. നെക്സ്റ്റ് ടോപ്പിക്കാണത് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഒരു ഇൻഫോർമൻസിൻ്റെ അടുത്ത് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വൺ ഓഫ് ദി ഡോക്യുമെൻ്റ് ആണ്, വൺ ഓഫ് ദി പ്രസൻറ്റേഷൻ ദെൻ ഡോക്യുമെൻ്റ് ആണ് ഇത് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. Then ഇവിടെ questionnaire is usually used to refer to the form which informant is expected to himself. It is a printed list of questions to be filled by the informants. What is meant by questionnaire? It is a printed list of questions. Questionnaire is a printed list of questions to be filled by informants. നമുക്ക് informants filled by the informants. It is a list of questions filled by the informants. Informants ഒരു ലിസ്റ്റ് നമ്മൾ സാധാരണ ഒരുപാട് questionnaire നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ, അതായത് എന്താണ് ഇതിൻ്റെ രീതിയിൽ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യനെയർ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യനെയർ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ദെൻ അതിൽ എന്തൊക്കെയാണ് ഒരു നല്ല ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കണം, സിമ്പിളായിരിക്കണം, വായിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കണം, സിമ്പിൾ ലാംഗ്വേജസ് ആയിരിക്കണം, അതുപോലെ തന്നെ ശരിക്കും കൺഫ്യൂഷൻ ആക്കരുത്, ഒരു കാരണവശാലും ഇൻഫോർമൻസിനെ കൺഫ്യൂസ്ഡ് ആക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്കതിൽ കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. What are the essentials of a good questionnaire? The person conducting the survey must introduce himself and the object of the survey. There must be covering letter along with the questionnaire. The letter should state the purpose of inquiry. It should assure the respondent that these answers will be kept in strict confidence. ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രിക്റ്റ് ആയിട്ടും അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ള കാര്യം ആർക്ക് കൊടുത്തിരിക്കണം, ഇൻഫോർമൻസിന് കൊടുത്തിരിക്കണം. സെക്കൻഡ് ഈസ് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി കെപ്റ്റ് ടു ദ മിനിമം. നമുക്കൊരു 19 ക്വസ്റ്റ്യനൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനെയർ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മിനിമം. മിനിമം ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു ക്വസ്റ്റ്യനെയറിൽ ഉണ്ടായിരിക്കാനായിട്ട് പാടുള്ളൂ. The questions should be short and possible and be simple to understand. Questions should be short, വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ വെൻ ടു ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലായിരിക്കണം. ദ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ബി അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡേഴ്സ് സോ ദാറ്റ് എ നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് റിപ്ലൈ ഫോളോസ്.
Then next one, questions should be clear question ആയിരിക്കണം. Then as far as possible personal questions should be avoided. കഴിയാവുന്നതും അവരുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചിരിക്കണം. As far as possible questions should be such a nature that they can be answered easily. നമുക്ക് വേണമെങ്കിൽ അതിനെ ചില യെസ്, നോ, എക്സലൻറ്റ്, വെരി ഗുഡ്, പുവർ എന്നൊക്കെ പറയുന്ന ക്രൈറ്റീരിയാസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് നമുക്കൊന്നുകൂടെ ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് വിച്ച് ആർ അൺഡ്യൂലി ഇൻ ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡഡ്. ഇൻഫോർമേഴ്സ് വിൽ റിഫ്യൂസ് ടു ആൻസർ ടു സച്ച് ക്വസ്റ്റ്യൻ. അതായത് വളരെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ട് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യണം. ദെൻ ക്വസ്റ്റ്യനെയർ മസ്റ്റ് ബി കൺവീനിയൻറ്റ് സൈസ് ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻ ഷുഡ് ബി ലുക്ക് അട്രാക്റ്റീവ്. ക്വസ്റ്റ്യൻസ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു നല്ല ക്വസ്റ്റ്യനെയറിൽ ഉണ്ടായിരുന്നത്. സിമ്പിളായിരിക്കണം. ദെൻ അതുപോലെ തന്നെ ഫില്ലപ്പ് ദ ഫോം മസ്റ്റ് ബി ഗിവൺ. ദ ക്വസ്റ്റ്യനെയർ ഷുഡ് ബി കൺവീനിയൻറ്റ് സൈസ് ആയിരിക്കണം. ഷുഡ് ബി ലുക്ക് അട്രാക്റ്റീവ് ആയിരിക്കണം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ലിമിറ്റഡ്. Then the number of questions should be kept to the minimum. It is possible it should be simple. The questions arranged in a logical order. വളരെ സിമ്പിളായിട്ട് ആ രീതിയിൽ ഒരു ലോജിക്കൽ ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ഇൻ സച്ച് എ നേച്ചർ ദാറ്റ് ദേ ആർ ആൻസേർഡ് ഈസിലി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്ന ചോയ്സസ് കൂടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ പ്രൈമറി ഡാറ്റ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി ഡാറ്റയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? പ്രൈമറി ഡാറ്റാസ് ആർ ഒറിജിനൽ ഇൻ നേച്ചർ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റ? പ്രൈമറി ഡാറ്റയുടെ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് ലോക്കൽ കറസ്പോണ്ടൻസ്. These are the different sources of primary data collection methods. ഇനി പ്രൈമറി ഡാറ്റ കളക്ഷനിൽ പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾ ആൻഡ് ക്വസ്റ്റ്യനെയർ. ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് വാട്ട് ആർ ദി എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഒരു നല്ല ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇത്രയും വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു ചെറിയ ടോപ്പിക്ക് കൂടെയുണ്ട്. ദാറ്റ് മീൻസ് വാട്ട് ഈസ് മീൻ ബൈ സെക്കൻഡറി ഡാറ്റ ആൻഡ് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡറി ഡാറ്റ. Secondary data may be collected from published or unpublished sources. Published source, no. Collection of secondary data, if the data already collected by someone else for his purpose is utilized by the investigator for his purpose, we say he is using സെക്കൻഡറി ഡാറ്റ. വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ ഡാറ്റയാണ് എന്ത് പറയുക, സെക്കൻഡറി ഡാറ്റ. സോ ഇറ്റ് ഈസ് എ സെക്കൻഡറി ഇൻ നേച്ചർ. സെക്കൻഡറി ഡാറ്റ മേ ബി കളക്റ്റഡ് ഫ്രം പബ്ലിഷ്ഡ് ഓർ പബ്ലിഷ്ഡ് സോഴ്സസ്, അൺപബ്ലിഷ്ഡ് സോഴ്സസ്. ഈ സെക്കൻഡറി ഡാറ്റ പബ്ലിഷ്ഡ് സോഴ്സസിൽ നിന്നോ അല്ലെങ്കിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നോ നമുക്ക് കളക്ട് ചെയ്യാം. നെക്സ്റ്റ് പബ്ലിഷ്ഡ് സോഴ്സസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. പബ്ലിഷ്ഡ് സോഴ്സസ് ഏതൊക്കെയാണ്? ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ദ foreign government, international bodies, etc. Report and publication of the trade association, banks, technical trade journals, reports submitted by the economists, research scholars, etc. ഇവരുടെയൊക്കെയാണ് നമ്മൾ സാധാരണ പബ്ലിഷ്ഡ് സോഴ്സസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുമ്പോഴോ ദ സോഴ്സസ് ആർ അൺപബ്ലിഷ്ഡ് ഡാറ്റ ആർ വാരിയഡ്. These materials are found in scholars, research workers, trade association, etc. Many enquiries of a private nature are conducted by these bodies and the findings are published. Next നമ്മളോട് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണത്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ and secondary data. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Then first one is primary data are original in character. Then primary data are original in character.
Secondary data are somebody else, the investigator only make use of them. Secondary data is an original character, not original in character. Second one is collection of primary data involves large expenses. വളരെ വലിയൊരു എക്സ്പെൻസ് ഏതിനുണ്ടാവും? ലാർജ് എക്സ്പെൻസസ് അതിനുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് സെക്കൻഡറി ഡാറ്റ ഈസ് ലെസ് എക്സ്പെൻസീവ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്താണ്? ഒറിജിനൽ ഇൻ നേച്ചർ. നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് വൺ ഈസ് ഒറിജിനൽ ഇൻ നേച്ചർ, then not original in nature. Second one is more expensive, then less expensive. Raw materials and the data are in the nature of raw materials, data are in the nature of finished products. And more adequate and reliable, not to be adequate and reliable. Then fifth one is after statistical treatment, primary data becomes, after statistical treatment, primary data will become secondary data. അപ്പോൾ നമുക്കവിടെ പറയാനുള്ള പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ? പ്രൈമറി ഡാറ്റ ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. പ്രൈമറി ഡാറ്റാസ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ, സെക്കൻഡറി ഡാറ്റാസ് ആർ നോട്ട് ഒറിജിനൽ ഇൻ ക്യാരക്ടർ. പിന്നെ മാത്രമല്ല ദെൻ അത് ഹൈലി എക്സ്പെൻസീവ് ആയിരിക്കും. സോ മോർ എക്സ്പെൻസീവ് ആയിരിക്കും. ഇവിടെ ലെസ് എക്സ്പെൻസീവ്, കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്. ദെൻ ഡാറ്റാസിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ ദെൻ പ്രൈമറി ഡാറ്റാസ് ആർ കളക്റ്റഡ് ഫ്രം ഫസ്റ്റ് സോഴ്സസ്. സോ ദ നേച്ചർ ഈസ് റോ മെറ്റീരിയൽസ്. ദെൻ ദ നേച്ചർ ഈസ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന നേച്ചർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റോ മെറ്റീരിയൽസിൻ്റെ നേച്ചറാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ദെൻ ഫോർത്ത് വൺ ഈസ് മോർ ആഡ്യൂക്കേറ്റ് ഇൻ നേച്ചർ. ഒന്നുകൂടെ ആഡ്യൂക്കേറ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. നോട്ട് ആഡ്യൂക്കേറ്റ് ഇൻ നേച്ചർ, നോട്ട് ആഡ്യൂക്കേറ്റ് ഇൻ നേച്ചർ. ദെൻ ആഫ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൈമറി ഡാറ്റ വിൽ ബിക്കം സെക്കൻഡറി ഡാറ്റ. നമ്മുടെ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൈമറി ഡാറ്റ വീണ്ടും എന്തായിട്ട് മാറും? സെക്കൻഡറി ഡാറ്റയായിട്ട് മാറും. ഇൻ ടുഡേയ്സ് കൺക്ലൂഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി? ഏതൊക്കെ സ്റ്റെപ്സാണ്? പ്ലാനിങ് ദി എൻക്വയറി, then planning the inquiry. Second one is collection of data. Third one is organizing the collected data, presentation of collected data, then interpretation of analysis of data and interpretation of data. These are the steps included in. Next, what are the difference between ഷെഡ്യൂൾസ് ആൻഡ് നമ്മൾ പറഞ്ഞു നിർത്തിയ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയുടെ സ്റ്റെപ്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റയിൽ വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ? പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സസ് ഒറിജിനൽ ഇൻ ക്യാരക്ടർ ആണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇൻ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ്? ലോക്കൽ കറസ്പോണ്ടൻസ് പറഞ്ഞു, ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യനെയർ. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ പ്രതീക്ഷിക്കാവുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യനെയർ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ദെൻ വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി? ഇത്രയും കാര്യങ്ങൾ 3-4 ക്വസ്റ്റ്യൻസ്, 3 ക്വസ്റ്റ്യൻ മെയിനായിട്ട് ചോദിക്കുക. അപ്പോൾ ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ കൂടെ നമുക്കന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.